ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദേ പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കദാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈകസത്ഫലാ സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈകദൃക്പ്രദാ സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിധ്വംദോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത. പരമാനന്ദപാഠായ പ്രേമവർഷ്യക്ഷരായതേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന മന്നിസ്താരകമദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ഗ്രന്ഥരാ ശ്രീമദ്ഭാഗവതം കി ജയ. श्रील प्रभुपाद की जय. गुरु महाराज की जय. अनंत कोटि वैष्णव वृंद की जय. नित्य गौर सिद्धनाथ प्रेमानंदे. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം എല്ലാവരും വന്നതിൽ. ഈ മനോഹരമായ ശ്രീമദ് ഭാഗവതത്തിന്റെ ഡിസ്കഷനിൽ ഭാഗം ചേരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി. കാരണം നിങ്ങൾ എല്ലാവരും വന്ന് ഇതുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്കും ഭാഗവതം ഇതുപോലെ എല്ലാ ദിവസവും വായിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരോടും വളരെ വളരെ കൃതജ്ഞതനാണ് ഞാൻ. ഹരേ കൃഷ്ണ. സോ നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലെ 5-ാം അധ്യായം വിതുരരുമായുള്ള മൈത്രേയന്റെ സംഭാഷണങ്ങൾ എന്ന് പറയുന്ന ഈ അധ്യായത്തിന്റെ മനോഹരമായ ദേവന്മാര് ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ ഭാഗത്തിന്റെ ആദ്യം നമ്മൾ കണ്ടത്
ഭഗവാന്റെ പാദാംബുജങ്ങളെ ദേവന്മാര് പ്രകീർത്തിക്കുന്ന ഭാഗം നമ്മൾ ആദ്യം കണ്ടു. ആദ്യം 3-4 ശ്ലോകങ്ങളോളം ദേവന്മാര് ഭഗവാന്റെ പാദാംബുജങ്ങളെ പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ദേവന്മാര് പറയുന്നത് ആർക്കൊക്കെയാണ് ഭഗവാന്റെ പാദാംബുജങ്ങളെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കാത്തവരെ കുറിച്ചുള്ള വിവരണങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും ഭൗതിക പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൗതികതയിൽ മുഴുകി നിൽക്കുന്ന ഞാനെന്നും എൻ്റേതെന്നും എന്ന് തോന്നലുള്ള അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് ഭഗവാന്റെ പാദാംബുജങ്ങളെ അവരുടെ ഉള്ളിൽ ഭഗവാൻ വസിക്കുന്നു എങ്കിൽ പോലും അവർക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ എന്നാണ് അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. അതിനുശേഷം എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചും പറയുന്നുണ്ട്. ഭഗവാന്റെ ഗൗരവ ബുദ്ധികളായ ആളുകൾ അങ്ങയുടെ വിഷയങ്ങളുടെ അമൃതപാനം ചെയ്യുക കൊണ്ട് മാത്രം ഭക്തിയുത സേവനത്തിൽ ഉണർവ് നേടി ആത്മത്യാഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും പൂർണ്ണസാരം ഗ്രഹിച്ച് ആത്മീയ ആകാശത്തിലെ വൈകുണ്ഠലോകം പ്രാപിക്കുന്നു. അതൊരു ക്വാളിഫിക്കേഷനാണ്. വളരെ സീരിയസ് ആയിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ഭഗവാന്റെ കഥകൾ കേൾക്കുക മാത്രം ചെയ്താൽ മതി. ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും, ഭഗവാന്റെ വൈകുണ്ഠലോകം പ്രാപിക്കാൻ സാധിക്കും. അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ശക്തിയും അറിവും കൊണ്ട് പ്രകൃതിയുടെ ഗുണരീതികളെ തരണം ചെയ്ത് അതീന്ദ്രിയമായ ആത്മസാക്ഷാത്കാരത്തിന് തലത്തെത്തി ശാന്തരായ മറ്റുള്ളവരും അങ്ങയിൽ പ്രവേശിക്കുന്നു. പക്ഷേ അവർക്കതിന് വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു. അതേ സ്ഥാനത്ത് ലളിതമായ ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ഭക്തന്മാർക്ക് അത്രയും ക്ലേശം അനുഭവപ്പെടുന്നില്ല. ഭക്തന്മാർക്ക് അത്രയ്ക്ക് കഠിനമായ പ്രയത്നങ്ങളൊന്നും ചെയ്യേണ്ടി വരുന്നില്ല എന്ന ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. നമുക്ക് 47 എടുത്തില്ല, എനിക്ക് സംശയം. ഓക്കെ, വെരി ഗുഡ്. ഞാൻ എന്നാലിത് വായിച്ചു. ഫൈൻ, കുഴപ്പമില്ല. 47 നമുക്ക് ശ്ലോകം ഡിസ്കസ് ചെയ്യാം. 46 നമ്മൾ ഇന്നലെ എടുത്തത് അല്ലേ? ഓക്കെ, 47 നമുക്ക് കിടക്കാം. സോ ഹരേ കൃഷ്ണ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിക്കുന്നു. നമുക്ക് 47-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. തഥാ പരേ ചാന്മ സമാധിയോഗ ബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠാം ത്വാമേവ ധീരാ പുരുഷം വിശന്തി തേഷാം ശ്രമസ്യാന്ന തു സേവയാദേ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദിന്റെ. ശിലപ്രഭുപാദ് കി ജയ. ശക്തിയും അറിവും കൊണ്ട് പ്രകൃതിയുടെ ഗുണരീതികളെ തരണം ചെയ്ത് അതീന്ദ്രിയമായ ആത്മസാക്ഷാത്കാരത്തിന്റെ തലത്തിലെത്തി ശാന്തരായ മറ്റുള്ളവരും അങ്ങയിൽ പ്രവേശിക്കുന്നു. പക്ഷേ അവർക്ക് അതിന് വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു. അതേ സ്ഥാനത്ത് ലളിതമായ ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ഭക്തന്മാർക്ക് അത്രയും ക്ലേശം അനുഭവപ്പെടുന്നില്ല. ഹരേ കൃഷ്ണ. സോ എന്താണ് ഇവിടെ ഭക്തന്മാരുടെ മഹത്വത്തെ കുറിച്ച് പറയുന്നത്? അതേ സ്ഥാനത്ത് ലളിതമായ ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ഭക്തന്മാർക്ക് അത്രയും ക്ലേശം അനുഭവപ്പെടുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് ഭക്തിയുത സേവനത്തിൽ ഉള്ളത്. സോ അത് ശിലപ്രഭുപാദ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. കൃഷ്ണ കോൺഷ്യസ്നെസ് ഈസ് വെരി സിമ്പിൾ, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഈസി. നമ്മളത് മനസ്സിലാക്കണം. സിമ്പിൾ വേറെ, ഈസി ആയിട്ടുള്ളത് വേറെ. നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും മറ്റുള്ള പദ്ധതിയുമായി കമ്പയർ ചെയ്യുമ്പോൾ കൃഷ്ണ കോൺഷ്യസ്നെസ് ഈസ് വെരി ഈസി. ശിലപ്രഭുപാദ് എപ്പോഴും പറയുന്നുണ്ട്, കൃഷ്ണ കോൺഷ്യസ്നെസ് ഈസ് സിമ്പിൾ ഫോർ സിമ്പിൾ പീപ്പിൾ. പക്ഷെ നമ്മളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഒരുപാട് കൊൻകോക്ഷൻസും കണ്ടാമിനേഷൻസും ആണ് നമ്മുടെ മനസ്സിൽ കൂടി പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് കൃഷ്ണ കോൺഷ്യസ്നെസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അത് നേരെ മറിച്ച് നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുകയും അല്ലെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഗ്രന്ഥങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൃഷ്ണ കോൺഷ്യസ്നസ് വളരെ സിമ്പിളാണ്. എന്നാൽ ഇവിടെ ദേവന്മാരെ കമ്പയർ ചെയ്യുന്നത് മറ്റുള്ള പദ്ധതികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. മറ്റുള്ള പദ്ധതികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണ കോൺഷ്യസ്നസ് വളരെ സിമ്പിളാണ്. ഭാവാർത്ഥം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ആരാണ് ഭാവാർത്ഥം വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. വായിച്ചു. ശ്രീ പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം.
ഭക്തി സംബന്ധമായ പ്രവൃത്തികളുടെയും അവയ്ക്കുള്ള പ്രതിഫലത്തിന്റെയും കാര്യത്തിൽ ജ്ഞാനികളുമായുള്ള സഹവാസത്തിന് അടിമപ്പെട്ടവരെയും നിർവ്യക്തികരെയും യോഗികളെയുംക്കാൾ ഭക്തന്മാരാണ് മുന്നിൽ. ഇത് സംബന്ധിച്ച് അവരെ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ന വാക്ക് വളരെ അർത്ഥവത്താണ്. മറ്റുള്ളവർ എന്നത് ചൂണ്ടിക്കാട്ടുന്നത് നിർവ്യക്തി ബ്രഹ്മജ്യോതിയിൽ ലയിക്കണമെന്ന പ്രതീക്ഷ മാത്രമുള്ള ജ്ഞാനികളെയും യോഗികളെയുമാണ്. അവരുടെ പദവികൾ തമ്മിൽ വലിയ അന്തരമില്ലെങ്കിലും അഭക്തരുടെ ജോലിഭാരം ഭക്തരുടേതിനെ അപേക്ഷിച്ച് വളരെ അധികമാണ്. ഭക്തിയുത സേവനത്തിൽ ഭക്തന്മാർക്കും ധാരാളം ജോലി ചെയ്യേണ്ടതുണ്ടെന്ന് ഒരുവൻ പറഞ്ഞേക്കാം. പക്ഷേ അതീന്ദ്രിയ ആനന്ദം അതിനർഹമായ പ്രതിഫലമാണ്. ഭക്തർക്ക് ഭക്തിയുത പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി ഏർപ്പെടുമ്പോൾ മറ്റു സമയങ്ങളിലേക്കാൾ സന്തോഷം ലഭ്യമാകുന്നു. കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ ജോലിയും ഉത്തരവാദിത്വങ്ങളും ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാകുമ്പോൾ യോജിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാത്തതിനാൽ ഇരുവരും കൂടുതൽ ക്ലേശിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചാട്ടെ. മാതാജിയല്ല ഒരു പേര്, മാതാജിയുടെ പേരാണോ കൊടുത്തിരുന്നത് ലിസ്റ്റില്? അറിയില്ല പ്രഭു. അതാ മാതാജി ശ്രദ്ധിച്ചില്ല. ഗ്രൂപ്പിൽ നോക്കണ്ടേ? നമ്മള് തീർച്ചയായിട്ടും അതില് പേര് കൊടുത്തിട്ടുണ്ട്. ആരാണ് വായിക്കേണ്ടത്? ആരാണ്? സെക്കൻഡ് പാരഗ്രാഫ് ശ്രീരഞ്ജിനി മാതാജി. എല്ലാവരും ദയവായിട്ട്, അതായത് ഐ റിയലി അപ്രീഷിയേറ്റ് ദ എഫേർട്ട് ഓഫ് വന്ദന മാതാജി. വന്ദന മാതാജി ഇന്നലെ വിളിച്ച് ഡിസ്കസ് ചെയ്തതനുസരിച്ചിട്ട്, കാരണം ഭാഗവതത്തിന്റെ ഭാവാർത്ഥം ചില ആൾക്കാർ മാത്രമാണ് മിക്കവാറും ദിവസങ്ങളിൽ വായിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും പല ആൾക്കാരും മുമ്പോട്ട് വരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും അവസരം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മളൊരു പുതിയ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മെസ്സേജ് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, കൃഷ്ണായനം എന്ന ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിൽ പറയുന്നതനുസരിച്ച് എല്ലാവരും വായിക്കുക. സോ രതി മാതാജി ഇത് ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു. അടുത്ത സെക്കൻഡ് പാരഗ്രാഫ് വായിക്കുന്നത് ശ്രീരഞ്ജിനി മാതാജിയാണ്. ശ്രീരഞ്ജിനി മാതാജി അവൈലബിൾ ആണോ? ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ശ്ലോക നമ്പർ ഒന്ന് പറയാമോ? ശ്ലോക നമ്പർ 3rd canto 5th chapter 47th verse ആണ്. 47ാമത്തെ ശ്ലോകത്തിന്റെ 2ാമത്തെ പാരഗ്രാഫ്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും ഗ്രൂപ്പ് നോക്കുക. ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ പേര് ഉണ്ടെങ്കിൽ അത് ആ ശ്ലോകത്തിന് താഴെ ആരാണ് വായിക്കേണ്ടത് എന്ന്, കാരണം എല്ലാവരെയും വിളിച്ച് ഇൻഫോം ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓൾറെഡി ബീനമാതാജി ശിക്ഷാഷ്ടത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 5ാമത്തെ അധ്യായം 2ാമത്തെ പാരഗ്രാഫ് ഭാഗത്ത് വായിച്ചാൽ. സോ എല്ലാവരും എല്ലാ ദിവസവും ഗ്രൂപ്പ് നോക്കുക നിങ്ങളുടെ പേരുണ്ടോ എന്ന്. അതിനനുസരിച്ച് 48ാമത്തെ ശ്ലോകം ആരാണ് വായിക്കേണ്ടത് എന്ന് ഒന്ന് നോക്കി വെച്ചോളുക. ഹരേ കൃഷ്ണ. വായിച്ചേട്ടാ മാതാജി. കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ജയ് ശ്രീല പ്രഭുവാദ്. നിർവ്യക്തികരുടെ ഒത്തുചേരലും ഭക്തന്മാരുടെ ഒത്തുചേരലും ഒരേപോലെയല്ല. നിർവ്യക്തികവാദികൾ സായുജ്യമുക്തി പ്രാപ്തിയോടെ അഥവാ ഒന്നിൽ അലിഞ്ഞു ചേരാനുള്ള സിദ്ധിപ്രാപ്തിയോടെ തങ്ങളുടെ വ്യക്തിത്വത്തിന് പൂർണ്ണ വിരാമമിടുന്നു. അതേസമയം ഭക്തന്മാർ പരമോന്നത വ്യക്തിത്വമായ ഭഗവാനുമായി ബന്ധപ്പെട്ട് വികാരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി തങ്ങളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നു. അത്തരം പരസ്പര കൈമാറ്റം അതീന്ദ്രിയമായ വൈകുണ്ഠഗ്രഹങ്ങളിൽ നടക്കുമെന്നതിനാൽ നിർവ്യക്തികർ തേടുന്ന ആത്മമുക്തി ഭക്തർക്ക് ഭക്തിയുത സേവനത്തിൽ നിന്ന് നേരത്തെ തന്നെ ലഭിക്കും. വ്യക്തിത്വ പരിപാലനത്തിന്റെ അതീന്ദ്രിയ ആനന്ദ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തുന്നതിനിടയിൽ ഭക്തർ മാന്ത്രികമായി മുക്തരായി കഴിഞ്ഞിരിക്കും. മുൻ ശ്ലോകത്തിൽ വിവരിച്ചതുപോലെ ഭക്തരുടെ പദവി എല്ലാവിധ ഉത്കണ്ഠകളും ഇല്ലാതാക്കപ്പെടുന്ന വൈകുണ്ഠം അഥവാ അകുണ്ഠധിഷ്ണ്യ ആയിരിക്കും. ഭക്തരുടെയും നിർവ്യക്തികരുടെയും പദവി ഒന്നും ഒരുപോലെയും ആയിരിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പദവികൾ തമ്മിൽ വളരെ അന്തരമുണ്ടായിരിക്കും. ഭക്തർ സ്വായത്തമാക്കുന്ന അതീന്ദ്രിയ ആനന്ദവും നിർവ്യക്തിഗതവാദികൾ അനുഭവിക്കുന്ന കേവല ആത്മവികാരം അഥവാ ചിന്മാത്രയും വ്യത്യസ്തമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. സോ ഇതില് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് ചില പ്രവാചകന്റെ ഭാവാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട 1-2 പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ വിവർത്തനം ഒന്നുകൂടി വായിക്കുകയാണ്. ശക്തിയും അറിവും കൊണ്ട് പ്രകൃതിയുടെ ഗുണരീതികളെ തരണം ചെയ്ത് അതീന്ദ്രിയമായ ആത്മസാക്ഷാത്കാരത്തിന്റെ തലത്തിലെത്തി ശാന്തരായ മറ്റുള്ളവരും അങ്ങയിൽ പ്രവേശിക്കുന്നു.
പക്ഷേ അവർക്ക് അതിന് വളരെ കഠിന അധ്വാനം ചെയ്യേണ്ടി വരുന്നു. സോ മറ്റു പല മാർഗങ്ങൾ ഭഗവാനിൽ എത്തിച്ചേരുന്നതിനുള്ള കർമ്മകാന്ഡം അല്ലെങ്കിൽ കർമ്മ യോഗ, അഷ്ടാംഗയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ എന്ന് മുതലായ പല വിധങ്ങളിൽ കൂടി നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. എന്നാൽ മറ്റ് പദ്ധതികൾക്കൊക്കെ ഒരുപാട് കഠിന അധ്വാനം ചെയ്യേണ്ടി വരുന്നു. അതേ സ്ഥാനത്ത് ലളിതമായ ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ഭക്തന്മാർക്ക് അത്രയും ക്ലേശം അനുഭവപ്പെടുന്നില്ല. സോ നമുക്ക് കലിയുഗത്തില് ഒന്നാമതേ ഈ മാർഗത്തിൽ തന്നെ വരുന്നത് തന്നെ വളരെ ചുരുക്കം ആൾക്കാരാണ്. അപ്പോൾ ഭഗവാൻ അറിയാം, കഠിനമായ മാർഗങ്ങളിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് വളരെ ലളിതമായ മാർഗം ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്, വളരെ ഈസി ആയിട്ട് ഭഗവാനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഇവിടെ നോക്കുക, ശ്രീ പ്രഭുപാദ് പറയുന്ന ഭാവാർത്ഥത്തിൽ ഇടയ്ക്ക് നിർവ്യക്തി ബ്രഹ്മജ്യോതി ലയിക്കണമെന്ന പ്രതീക്ഷ മാത്രമുള്ള ജ്ഞാനികളും യോഗികളെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിർവ്യക്തിഗതവാദി എന്ന് പറയുമ്പോൾ ബ്രഹ്മജ്യോതിസിൽ ലയിക്കുന്നതിനുള്ള അതിനെ കുറിച്ചിട്ടാണ് മറ്റുള്ളവർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപരേ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. അർത്ഥം മറ്റുള്ളവർ എന്ന് ചൂണ്ടിക്കാട്ടുന്നത് നിർവ്യക്തി ബ്രഹ്മജ്യോതി ലയിക്കണം എന്ന പ്രതീക്ഷയുള്ളവർ. സോ അവരുടെ പദവികൾ തമ്മിൽ വലിയ അന്തരമില്ലെങ്കിലും അഭക്തരുടെ ജോലിഭാരം ഭക്തരുടേതിനെ അപേക്ഷിച്ച് വളരെ അധികമാണ്. അഭക്തരുടെ ജോലിഭാരം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്ലോകത്തിൽ കണ്ടിരുന്നു, ദേവന്മാര് പറയുന്നതായിട്ട്. കാരണം ഇതേ കാര്യം തന്നെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. വളരെ കഠിനമായ പാതയിലൂടെ അവർക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നു. പക്ഷേ അതീന്ദ്രിയ ആനന്ദം അതിന് അർഹമായ പ്രതിഫലമാണ്. ഭക്തന്മാർക്ക്, അതായത് വേറൊരു കാര്യമുണ്ട്, അധികമാണ്. പക്ഷെ ഭക്തിയുത സേവനത്തിൽ ഭക്തന്മാർക്കും ധാരാളം ജോലി ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഭക്തന്മാര് ചുമ്മാതൊരിടത്തിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. അർജുനനോട് ഭഗവാൻ അതല്ല ആവശ്യപ്പെട്ടത്, അല്ലേ? കർമ്മം ചെയ്യാൻ തന്നെയാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മങ്ങൾ മാത്രം ഏത് രീതിയിൽ കർമ്മം ചെയ്യണം, അതിനൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. കർമ്മം, വികർമ്മം, അകർമ്മം എന്നീ രീതിയിലുള്ള പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനും നിബന്ധനകളുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇസ്കോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്യേണ്ടി വരും. കുക്ക് ചെയ്യാൻ പോകേണ്ടി വരും, പാത്രങ്ങൾ കഴുകേണ്ടി വരും, നമുക്ക് ഹാളുകളൊക്കെ വൃത്തിയാക്കേണ്ടി വരും. സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന് ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ മുതലായ കാര്യങ്ങളുണ്ടാവും. ഫണ്ട് കളക്ട് ചെയ്യണമെന്ന് പറയേണ്ടി വരും. സോ ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ കൃഷ്ണ കോൺഷ്യസ്നെസ്സിലും ഉണ്ട്. പക്ഷെ അതിനെ എന്ത് വ്യത്യാസമായിട്ടാണ് ശ്രീ പ്രഭുപാദ് പറയുന്നത്? ഒരാള് കൃഷ്ണ ഭാവനാമൃതത്തിൽ സീരിയസ് ആയിട്ട് വന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അതീന്ദ്രിയ ആനന്ദം അതിന് അർഹമായ പ്രതിഫലമാണ്. we get a transcendental pleasure while doing the service. ഇന്നലത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നലത്തെ നാമാമൃതത്തിലോ ഏതോ സമയത്ത് ഗംഗാനാഥ് പ്രഭു പറയുകയുണ്ടായി, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ക്ലാസ്സിലിരിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, നാമജപത്തിന് 3:45 ആകുമ്പോൾ എനിക്ക് ഈ സൂം കണക്ഷനിലേക്ക് ഓരോരുത്തർ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യത്തെ 1-2 പേര് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വരും. സോ രാവിലെ 3:20, 3:40, 3:35 ഒക്കെ ആകുമ്പോഴേ ഭക്തന്മാര് സൂമിൽ കയറിയിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ദാറ്റ് ഇസ് എന്തൂസിയാസം. അത് അവരുടെ എന്തൂസിയാസത്തെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഉത്സാഹമാണ്. ഭഗവത് നാമം ജപിക്കാനുള്ള അവസരം ലഭിക്കുന്നത്, അതുപോലെ അതിനുശേഷം ഭാഗവതം ക്ലാസ് കേൾക്കണം, ആ ഒരു ഉത്സാഹത്തെ കാണിക്കുന്നതാണ്. നമുക്ക് മറ്റൊരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതും ഒരു കഠിനാധ്വാനമായിട്ട് തോന്നിയേക്കാം. ഇത് മാത്രമല്ല, തീർച്ചയായിട്ടും ഇതിനു മുകളിൽ നമ്മൾ ഒരുപാട് ഉയരാനായിട്ട് ഉണ്ട്. പക്ഷെ അവിടെ എത്രമാത്രം നമ്മൾക്ക് കഠിനാധ്വാനം നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോഴും നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന അതീന്ദ്രിയ ആനന്ദം അളവറ്റതാണ്. അതാണ് അതിനുള്ള പ്രതിഫലം എന്ന് ശ്രീ പ്രഭുപാദ് പറയുന്നത്.
ഭക്തന്മാർക്ക് ഭക്തിയുത പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി ഏർപ്പെടുമ്പോൾ മറ്റു സമയങ്ങളിലേക്കാൾ സന്തോഷം ലഭ്യമാകുന്നു. കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ ജോലിയും ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാകുമ്പോൾ യോജിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാത്തതിൽ ഇരുവരും കൂടുതൽ ക്ലേശിക്കുന്നതാണ്. നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം നമുക്ക് ലഭിക്കുന്നതാണ്. ആ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് മറ്റുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിനേക്കാൾ സന്തോഷം, മറ്റുള്ള ജോലികൾ ചെയ്യുന്നതിനേക്കാൾ സന്തോഷം നമുക്ക് ഭഗവത് സേവനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മള് സൺഡേ ക്ലാസ്സിൽ അവിടെ വെച്ച് പറഞ്ഞപ്പോൾ പറയുകയാണ്, നമ്മൾ പലപ്പോഴും അല്ല, ഞായറാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ വിചാരിക്കും അടുത്ത ഞായറാഴ്ച എപ്പോഴാണ് വരുന്നത്. അത് നമ്മളൊരു ഒരു വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് അതുപോലെ ഒരു സെലിബ്രേഷൻ, ഒരു പ്രോഗ്രാം കഴിഞ്ഞു കഴിയുമ്പോൾ വിചാരിക്കും അടുത്ത പ്രോഗ്രാം എപ്പോഴാണ് വരുന്നത്. സോ ആ ഒരു എൻതൂസിയാസം, അതുപോലെ തന്നെ അത് സേവനം ചെയ്യാനുള്ള ഉത്സാഹം, ആകാംക്ഷ, അത് എന്തുകൊണ്ടാണ് നമുക്കത് ഉണ്ടാകുന്നത്? ബിക്കോസ് ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു ജന്മാഷ്ടമി അല്ലെങ്കിൽ ബ്രഹ്മോത്സവം അല്ലെങ്കിൽ നരസിംഹ ചതുർദശി, അടുത്ത ഈ 2 ആഴ്ചയ്ക്കും നരസിംഹ ചതുർദശി വരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കഷ്ടത അല്ലെങ്കിൽ ഒരുപാട് കഠിനമായി നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. പക്ഷെ അത് കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കും അടുത്ത ഉത്സവം എപ്പോഴാണ് വരുന്നത്. ആ കഠിനാധ്വാനം ശാരീരികമായിട്ട് ഒരുപാട് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും പക്ഷെ മാനസികമായി ലഭിക്കുന്ന അതീന്ദ്രിയ ആനന്ദം അത് വളരെ മഹത്തരമാണ്. വളരെ മഹത്തരമാണ് അത്. അതിലും ഒരുപാട് മുകളിലുള്ളത് കൊണ്ട് നമുക്ക് ആ ശാരീരിക അധ്വാനത്തിനെ നമുക്ക് വളരെ നിഷ്പ്രഭമായിട്ട് നമുക്ക് തോന്നും. സോ അതാണ് ഭഗവാന്റെ സേവനത്തിനുള്ള ഗുണം. ഇവിടെ ശിലപ്രഭുപാദ് ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മള് കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തുല്യ ജോലിയും ഉത്തരവാദിത്വം ഉണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്കാവുമ്പോഴാണ് നമുക്ക് അതിന്റെ മഹത്വം, മറ്റേ ആൾ കൂടെ ഉള്ളതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. സോ മറ്റു മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് കഠിനാധ്വാനം നമ്മൾ ചെയ്യേണ്ടി വരുന്നു. നിർവ്യക്തികളുടെ ഒത്തുചേരലും ഭക്തന്മാരുടെ ഒത്തുചേരലും ഒരേപോലെയല്ല. നിർവ്യക്തിഗതവാദികൾ സായുജ്യമുക്തി പ്രാപ്തിയോടെ അഥവാ ഒന്നിൽ അലിഞ്ഞു ചേരാനുള്ള സിദ്ധി പ്രാപ്തിയോടെ തങ്ങളുടെ വ്യക്തിത്വത്തിന് പൂർണ്ണ വിരാമം ഇടുന്നു. അവരുടെ ഐഡന്റിറ്റി തന്നെ ഇല്ലാതാകുകയാണ് ആ ഒരു മെർജിങ്ങിലൂടെ ആകുന്നത്. അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് മറ്റൊരു സത്യം. അതിനെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഭക്തന്മാർ പരമോന്നത വ്യക്തിത്വമായ ഭഗവാനുമായി ബന്ധപ്പെട്ട് വികാരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി തങ്ങളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നു. അതാണ് മറ്റു തരത്തിലുള്ള മുക്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ്? സായുജ്യ മുക്തിയെ കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ അല്ലാതെ സാരൂപ്യ, സാലോക്യ, സാമീപ്യ, സാർഷ്ടി. സാമീപ്യ എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ഒത്തുചേർന്ന് കളിച്ച് രസിച്ച് ഉല്ലസിച്ച് നമ്മളുടെ വികാരങ്ങൾ നമുക്ക് ഭഗവാനോട് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. അതാണ് അതിന്റെ മഹത്വം അല്ലെങ്കിൽ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സന്തോഷമായിട്ടുണ്ടെങ്കിലോ എന്ത് കാര്യവും നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി. കാരണം മനസ്സിൽ നല്ല ഒരു ആനന്ദം എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിച്ചു. എന്താണ് ഷെയർ ചെയ്തത്? ആ വ്യക്തി ഗുരു മഹാരാജിനെ ദർശിച്ചപ്പോൾ എന്താണ് ആ വ്യക്തിക്ക് ഉണ്ടായ അനുഭവം, ആ അനുഭവം എന്നോട് ഷെയർ ചെയ്തപ്പോൾ ആ ആൾക്കുണ്ടായ ഹൃദയത്തിലുള്ള ആനന്ദം എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഉടനെ ഒരാളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മോക്ഷപ്രാപ്തിക്ക് ശേഷവും അതേ ഫീലിംഗ് നമുക്കുണ്ടാവും. നമുക്ക് ആ സമയത്ത് നമ്മളുടെ ആനന്ദം നമ്മൾ ആരോടാണ് ഷെയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും, തീർച്ചയായിട്ടും ഭഗവാൻ ധാമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ദുഃഖമില്ല. അപ്പൊ നമ്മൾ അത് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഭഗവാനോട് ഷെയർ ചെയ്യാം, അവിടെയുള്ള ഭക്തന്മാരോട് ഷെയർ ചെയ്യാം. അത് ഭക്തന്മാരോട് ഷെയർ ചെയ്യുമ്പോഴേ അതിന്റെ യഥാർത്ഥമായ ഇത് വരികയുള്ളൂ. ഒരു അഭക്തരുടെ അടുത്ത് നമ്മൾ പോയി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെന്ന് എന്തെങ്കിലും ഷെയർ ചെയ്യാനോ സംസാരിക്കാനോ ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എൻ എക്സ്പ്ലോയിറ്റേഷൻ.
ദുഃഖമാണ് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഒരാളോട് ചെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ there will be an exploitation. നമ്മളെ അവര് മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ സന്തോഷമാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് നമ്മളോട് അസൂയയുണ്ടാവും. ദിസ് ഇസ് എ ഫാക്ട്. പക്ഷെ ഒരു ഭക്തന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ കൃഷ്ണ കോൺഷ്യസ്നസ് ആക്ടിവിറ്റീസ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമാണ്. 100% പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൃഷ്ണ കോൺഷ്യസ്നസ്സിലുള്ള ഡിവോട്ടീസ് മച്ച് ബെറ്റർ. അറ്റ്ലീസ്റ്റ് അവര് എന്താ പറയാ, നമുക്ക് ദോഷം വരണം എന്ന് ചിന്തിക്കുന്നവരല്ല കൃഷ്ണഭാവനാമൃതത്തിലുള്ളവർ. ഒരുപക്ഷെ നമ്മൾ സന്തോഷം ഷെയർ ചെയ്യുമ്പോൾ അവർ സന്തുഷ്ടമാകണമെന്നില്ല, എല്ലാവരും ഇല്ല. there are many devotees who are exalted devotees, definitely they are very happy മറ്റുള്ളവരുടെ സന്തോഷമായത്. യഥാർത്ഥ ഒരു വൈഷ്ണവന്റെ ഗുണം എന്ന് തന്നെ ചൈതന്യ മഹാപ്രഭു പറയുന്നത് പരദുഃഖാദുഃഖി എന്നാണ്. പരദുഃഖാദുഃഖിയാണ്. ഭൗതിക ലോകത്തിലോ പരദുഃഖ സുഖിയാണ്. മറ്റുള്ളവർക്ക് ദുഃഖം വരുന്നത് കണ്ട് സന്തോഷിക്കുന്നവരാണ് ഈ ഭൗതിക ലോകത്തിലുള്ളവർ. പരസുഖ ദുഃഖിയും, മറ്റുള്ളവർക്ക് സുഖം കാണുമ്പോൾ അതിൽ ദുഃഖിക്കുന്നവരുമാണ് ഭൗതിക ലോകത്തിൽ. എന്നാൽ ഭക്തരങ്ങനല്ല, പരദുഃഖ ദുഃഖി പരസുഖ സുഖി. മറ്റുള്ളവരിൽ ആനന്ദം, അവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷത്തിൽ സന്തോഷം കാണുന്നവരാണ് യഥാർത്ഥ വൈഷ്ണവൻ. സോ ഇവിടെ അപ്പൊ അത് ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് നമ്മളെ ബ്രഹ്മജ്യോതിസിൽ ചെന്ന് നമ്മൾ മേർജ് ചെയ്ത് നമ്മുടെ ഐഡന്റിറ്റിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എങ്ങനെ ഒരാളോട് ഷെയർ ചെയ്യാൻ സാധിക്കും? നമ്മൾ എന്ത് അനുഭവിക്കുന്നു എന്നുള്ള വിവരം. യു ആർ ലൂസിങ് യുവർ ഐഡന്റിറ്റി ഇറ്റ് സെൽഫ്. അതുകൊണ്ടാണ് ഭഗവത് ധാമിലെ വൈകുണ്ഠത്തിൽ നമ്മൾ സാരൂപ്യ, സാലോക്യ, സാമീപ്യ, സാർഷ്ടി എന്ന് പറയുന്ന 4 തരത്തിലുള്ള മോക്ഷമാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ഭഗവാനോടും അതുപോലെ തന്നെ ഭഗവത് ഭക്തന്മാരോടും മറ്റുള്ള ഭക്തരോടും നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ സാധിക്കും. അവരെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ സാധിക്കും ഭഗവത് സേവനത്തിൽ. സോ ഇവിടെ തുടർന്ന് ശ്രീല പ്രഭുപാദ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വ്യക്തിത്വ പരിപാലനത്തിന്റെ അതീന്ദ്രിയ ആനന്ദ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തുന്നതിനാണ് ഇടയിൽ ഭക്തർ മാന്ത്രികമായി മുക്തരായി കഴിഞ്ഞിരിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. ഈവൻ ഭൗതിക ജീവിതത്തിലുള്ളപ്പോൾ ഈ ഭൗതികമായ ശരീരം ഉള്ളപ്പോൾ തന്നെ ആ വ്യക്തി മുക്തനായി കഴിഞ്ഞു. മുൻ ശ്ലോകത്തിൽ വിവരിച്ചതുപോലെ ഭക്തരുടെ പദവി എല്ലാവിധ ഉത്കണ്ഠകളും ഇല്ലാതാക്കപ്പെടുന്ന വൈകുണ്ഠം അഥവാ കുണ്ഠ തീക്ഷ്ണ ആയിരിക്കും. ഭക്തരുടെയും നിർവ്യക്തിയുടെയും പദവി ഒന്നും ഒരുപോലെയുമായിരിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭഗവത്ഗീത രഹസ്യം എന്ന് പറയുന്ന 18 days കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പോൾ ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എന്താണ് ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിവരണങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഈ 2 നിർവ്യക്തിഗതവാദികളും അതുപോലെ തന്നെ ഭക്തന്മാരും ഉള്ള ഡെസ്റ്റിനേഷൻ ഒന്നുപോലെയാണ്. അതായത് പറയപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ, എവരി പാത്ത് ലീഡ്സ് ടു ദ സെയിം ഡെസ്റ്റിനേഷൻ. ഏത് വഴിയിൽ കൂടി സഞ്ചരിച്ചാലും സെയിം വഴിയിൽ സെയിം ലക്ഷ്യത്തിലേക്കാണ് ചെന്ന് എത്തിച്ചേരുന്നത് എന്ന് ആധ്യാത്മികപരമായ ഒരു കാര്യങ്ങളിൽ ഒരു പൊതുവായ ഒരു ധാരണയുണ്ട്. അത് അബ്സല്യൂട്ട്ലി റോങ് ആണ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡെഫിനറ്റ്ലി ദാറ്റ് കനോട്ട് റീച്ച് സെയിം ഡെസ്റ്റിനേഷൻ. ഒരിക്കലും ഒരേ സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിർവ്യക്തികളുടെയും പദവി ഒന്നും ഒരുപോലെയും ആയിരിക്കും എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പദവികൾ തമ്മിൽ വളരെ അന്തരമുണ്ടായിരിക്കും. ഭക്തർ സ്വായത്തമാക്കുന്ന അതീന്ദ്രിയ ആനന്ദവും നിർവ്യക്തിഗതവാദികൾ അനുഭവിക്കുന്ന കേവലാത്മ വികാരം അഥവാ ചിന്മാത്രയും വ്യത്യസ്തമാണ്. സോ ഇറ്റ്സ് എ ട്രാൻസെൻഡന്റൽ നോളജ്. അതീന്ദ്രിയമായ ഒരു ആനന്ദം അനുഭവിക്കുന്നത് അത് തീർച്ചയായിട്ടും വ്യത്യസ്തം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ. ഹരേകൃഷ്ണ പ്രഭുജി, നാമാമൃതത്തിൽ നമ്മൾ വായിച്ച 2 കാര്യം പ്രഭുവിനെ ഏൽപ്പിച്ചായിരുന്നു. അത് അവസാനം ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒന്ന് ഓർപ്പിച്ചാൽ മതി പ്രഭു. ഈ ശ്ലോകവുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യമുണ്ടോ? യെസ്, വിഷ്ണു പ്രിയമാതജി പറഞ്ഞേ. ഹരേകൃഷ്ണ പ്രഭുജി പറഞ്ഞില്ലേ,
ഹരീഷ പ്രണാമം പ്രഭു. പ്രണാമം പ്രഭുജി പറഞ്ഞില്ലേ നമ്മള് സിമ്പിൾ ആണ്, പക്ഷെ അത് ഈസി അല്ല എന്ന് പറഞ്ഞത് പോലെ ഇപ്പൊ പ്രഭു പറയുന്ന പോലെ തന്നെ രാവിലെ എണീക്കുക, 16 മാല ജപിക്കുക. പുറത്തുള്ളവരത് കേൾക്കുമ്പോ പറയണത് അതാണ്, ഇതൊക്കെ എന്തൊരു ബുദ്ധിമുട്ട്, ഇത്രയൊക്കെ മാല ജപിക്കാൻ പറ്റില്ല, ഇത്രയൊന്നും നേരത്തെ എണീക്കാൻ പറ്റില്ല. പ്രഭു പറയുമ്പോഴാണ് അതിന്റെ ശരിക്കും നമ്മള് ആ ഒരു സിമ്പിൾ ആണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈസി അല്ല എന്നുള്ളത് പുറമേ ഉള്ളവർക്ക് അത് നമ്മളത് പ്രാക്ടീസ് ചെയ്യണോണ്ട്. ഇന്നലെ പ്രഭു പറഞ്ഞ പോലെ പ്രാക്ടീസാണ്, രാധാസ്വാമി മഹാരാജ് പറഞ്ഞ പോലെ നമ്മൾ ആ പ്രാക്ടീസിലേക്ക് വരുമ്പോഴാണ് നമുക്കതൊരു ഈസി ആയിട്ട് മാറുന്നത്. അത് ഈസി അല്ല എന്നാലും. ഹരേ കൃഷ്ണ പ്രഭു. എങ്കിലും ഇപ്പോഴും ചില ദിവസങ്ങളിലൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട് അല്ലെ? ഇപ്പോഴും നമ്മൾ ആ ഒരു അതാ ഞാൻ പറഞ്ഞു ഈസി ചെയ്തിട്ടില്ല. അല്ല, ഈസി അല്ല എന്നാലും ഈസി ആക്കണു നമ്മൾ അത്രയുണ്ട്. അതെ, കറക്റ്റ്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, കമ്പാരിറ്റീവ്ലി മറ്റ് പദ്ധതികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് മച്ച് ഈസിയർ. ഹിമാലയത്തിലൊക്കെ പോയി തപസ് അനുഷ്ഠിച്ച് കൗപീനം മാത്രം ധരിച്ചുകൊണ്ട് അവിടെ പിന്നെ മഞ്ഞിൽ നേരത്തെ ഒരു വീഡിയോ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഒരു സന്യാസി ചെരുപ്പ് പോലും ഇടാതെ ഒരു വസ്ത്രം ഒന്നും ഇല്ലാതെ മഞ്ഞിൽ കൂടി നടന്നു പോയിട്ട് ആ മഞ്ഞ് ചെകഞ്ഞ് മാറ്റി അതിൽ നിന്ന് വെള്ളം എടുത്ത് ഒരു കപ്പ് വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുന്ന ആ സിറ്റുവേഷൻ, അതൊക്കെ ഒന്ന് ആലോചിച്ച്. അഷ്ടാംഗ യോഗികളൊക്കെ അതുപോലെ ആത്മസാക്ഷാത്കാരത്തിന് പോയി കഠിനാധ്വാനം ചെയ്യുന്നതുമായി കമ്പയർ ചെയ്യുമ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ജപം ചെയ്യുന്നത് വളരെ ഈസി അല്ലേ? അത് ഈസിയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഈസി എന്ന് തോന്നുമ്പോ ഇപ്പൊ പലർക്കും അത് ഈസി അല്ലാത്ത പോലെ, ഇപ്പൊ അവരെ സംബന്ധിച്ചോളം അവർക്കത് ഈസിയാണ്. ആ മഞ്ഞിൽ കിടന്ന് നടന്ന് നമുക്കത് പറ്റാത്തത് കൊണ്ടാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നണേ അല്ലെ? ഞാൻ പറയുന്നത് തെറ്റാണ്. എന്നാലും ഒരു ജനറിക് ഇതിൽ ചെന്ന് വെച്ച് നോക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഈസി അല്ലേ ഇത്? അതെ, അത് ശരിയാണ്. അതിനേക്കാൾ ഈസിയാണ് തീർച്ചയായിട്ടും. നമ്മളെക്കാൾ താഴെയുള്ള അല്ലെങ്കിൽ സാധാരണ ഭൗതികമായ, നമ്മളെക്കാൾ താഴെ ഞാൻ ആരെയും പറയുന്നില്ല, സോറി, ഞാനാണ് ഏറ്റവും താഴെ. പക്ഷെ ഭൗതികവാദികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ദ്രിയ തൃപ്തിയിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാവിലെ 3:30 എഴുന്നേൽക്കുന്നത് ഒരു ഓസ്ട്രേറ്റ് തന്നെയാണ്. ഇറ്റ്സ് എ വെരി ബിഗ് ഓസ്ട്രേറ്റ്, യാതൊരു സംശയമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് വിഷ്ണുപ്രിയ മാതാജി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. ശ്ലോകം 48. തത്തേ വയം ലോകശിശ്രിക്ഷയാദ്യ ത്വയാനുസൃഷ്ടാസ്ത്രിഭിരാത്മഭീസ്മ സർവേ വിയുക്താ സ്വവിഹാരതന്ത്രം ന ശക്നുമസ്തത്പ്രതിഹർത്തവേതേ. വിവർത്തന ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ഓ യഥാർത്ഥ പുരുഷ, ഞങ്ങൾ പക്ഷേ അങ്ങയുടേത് മാത്രമാകുന്നു. ഞങ്ങളെല്ലാം അങ്ങയുടെ സൃഷ്ടികളാണെങ്കിലും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് ഒന്നിനു പുറകെ ഒന്നായാണ് ജനിച്ചത്. ഇക്കാരണത്താൽ പ്രവൃത്തികളിൽ ഞങ്ങൾ വേർതിരിക്കപ്പെട്ടു. അതിനാൽ സൃഷ്ടിക്ക് ശേഷം അങ്ങയുടെ അതീന്ദ്രിയാനത്തിൽ ഞങ്ങൾക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. വളരെ വളരെ രസകരമായി ഇത് ആര് പറയുന്നതാണ്? ദേവന്മാര് സ്വയം പറയുകയാണ്. ഞങ്ങളും, അതായത് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനപ്പെട്ട്, ദേവിദേവന്മാരും ഈ 3 ഗുണങ്ങളിൽ അധീനരാണ് എന്ന് വളരെ സ്പഷ്ടമാണ്. ഇത് സ്വയം ദേവന്മാര് തന്നെ പറയുകയാണ്. ഓ യഥാർത്ഥ പുരുഷ, ഭഗവാനെ വിളിക്കുന്നത് ഓ യഥാർത്ഥ പുരുഷ എന്നാണ്. തഥാപരേ സംബന്ധിച്ച്, അതായത് യോഗ അർത്ഥമാക്കുന്ന അല്ലയോ യഥാർത്ഥ പുരുഷ എന്ന് വിളിച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ പറയുന്നത് എന്താണ്? ഓക്കെ, ആദ്യ എന്ന പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. തത്തേ വയം ലോക സൃഷ്ട്യ യയാദ്യ. ആദ്യമായ പുരുഷൻ അല്ലെങ്കിൽ യഥാർത്ഥ പുരുഷനെ ഞങ്ങൾ പക്ഷേ അങ്ങയുടേത് മാത്രമാകുന്നു. ഭഗവാന്റേതാണ് ദേവന്മാരും. ഞങ്ങളെല്ലാം അങ്ങയുടെ സൃഷ്ടിയാണെങ്കിലും, നോക്കുക, മനുഷ്യ ജന്മത്തിന്റെ എന്ന് പറയുന്ന സൃഷ്ടിയും ദേവന്മാരുടെ സൃഷ്ടിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ കാണുന്ന വ്യത്യാസം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ദേവന്മാർ പറയുന്നു, ഓ യഥാർത്ഥ പുരുഷ, ഞങ്ങൾ പക്ഷേ അങ്ങയുടേത് മാത്രമാകുന്നു. ഈ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ തന്നെയാണ്. ഭഗവാൻ സ്വയം പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭു, എല്ലാം എന്നിൽ നിന്ന് വരുന്നു.
ഭോക്താരാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം, എല്ലാ ജീവജാലങ്ങളുടെയും മഹേശ്വരനാണ് ഞാൻ. സുഹൃതം സർവഭൂതാനാം, അതെല്ലാം ഭഗവാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞപ്പം ഞങ്ങൾ പക്ഷേ അങ്ങയുടേത് മാത്രമാകുന്നു, നമ്മളും ഭഗവാന്റേത് മാത്രമാണ്. ഞങ്ങളെല്ലാം അങ്ങയുടെ സൃഷ്ടിയാണെങ്കിലും നമ്മളും ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് ഒന്നിനു പിറകെ ഒന്നായാണ് ജനിച്ചത്. നമ്മളും ഇതുപോലെ തന്നെ ഭൗതികയുടെ പ്രകൃതി ഗുണങ്ങൾക്ക് അധീനരാണ്. ഇക്കാരണത്താൽ പ്രവൃത്തികളിൽ ഞങ്ങൾ വേർതിരിക്കപ്പെട്ടു. സോ ദേവന്മാർക്ക് ഓരോരോ സേവനങ്ങൾ കൊടുത്തത് കാരണം പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അധീനരായിട്ടാണ്. അതായത് നമ്മൾക്കും വേണമെങ്കിൽ ഈ ദേവന്മാരാകാം. അവരുടെ എല്ലാം ഉള്ളത് ഒരു പൊസിഷനാണ്. തങ്ങൾ ചെയ്ത പാപപുണ്യ കർമ്മങ്ങളുടെ ഫലങ്ങൾക്ക് അനുസൃതമായിട്ട് അവർക്കൊരു ഹയർ ലെവലിലുള്ള സേവനം ലഭിച്ചു എന്ന് മാത്രം. നമ്മൾ ഇവിടെ ഇരുന്ന് ഭൗതിക ലോകത്തിൽ ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കുറച്ച് കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ട്, പറഞ്ഞതുപോലെ നമുക്ക് രാവിലെ 4 മണിക്ക് 3:30 എഴുന്നേക്കുന്നത് കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും അങ്ങനെ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നു. ഭാഗവതം ക്ലാസ് വായിക്കുന്നു, പഠിക്കുന്നു, കേൾക്കുന്നു, ഭക്തിശാസ്ത്രി എഴുതുന്നു, ഇനിഷ്യേഷനൊക്കെ എടുക്കണം, അതിനുള്ള ട്രെയിനിങ് ഒക്കെ നടക്കുന്നു. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്തു ഭഗവാന് വേണ്ടി സേവനം ചെയ്യാനായിട്ട് വരുമ്പോൾ ദേവന്മാർ കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള സേവനം ചെയ്യുന്നു എന്ന് മാത്രം. ഇറ്റ്സ് ഓൺലി എ ഡിഫറെന്റ് ലെവൽ. അതിലുള്ള ലെവലിൽ മാത്രമാണ് വ്യത്യാസം. പക്ഷെ അതെല്ലാം സെയിം ആണ്, അല്ലെങ്കിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് ഒരുപോലെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ദേവന്മാർ അവിടെ ചെയ്യുന്നത് സെയിം സേവനം, അല്ലെങ്കിൽ കുറച്ച് ഹയർ ലെവലിലുള്ള സേവനങ്ങൾ മാത്രം. അപ്പൊ അവർക്ക് ഇക്കാരണത്താൽ പ്രവൃത്തികളിൽ ഞങ്ങൾ വേർതിരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സേവനം ലഭിച്ചത്. വായുവിനും അഗ്നിക്കും ജലത്തിനും ദേവതയ്ക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സേവനം കൊടുത്തിരിക്കുന്നു. അതിനാൽ സൃഷ്ടിക്ക് ശേഷം അങ്ങയുടെ അതീന്ദ്രിയ ആനന്ദത്തിൽ ഞങ്ങൾക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവർ റിഗ്രറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് അവർക്ക് അതിനാൽ സൃഷ്ടിക്ക് ശേഷം, ഏതിനാൽ ഭൗതിക പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ത്രിഗുണങ്ങൾക്ക് അധീനരായിട്ട് ഓരോരോ ലെവലിൽ ജനിച്ചത് കൊണ്ട്, അതിൻ്റെ പിടിയിൽ നമ്മൾ പെട്ടതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ സേവനത്തിലെ അതീന്ദ്രിയ ആനന്ദത്തിൽ യോജിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് ദേവന്മാർ പറയുമ്പോൾ നമ്മളുടെയും സെയിം സ്ഥിതിയാണ്. അവിടെ കുറച്ചുകൂടെ വേഴ്സ്റ്റ് ആണ്, സംശയമില്ല. പക്ഷേ എങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം, നമ്മളെല്ലാവരും കോമൺ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മളെ വിളിക്കുന്നത് ഗണപതി ഭഗവാൻ, അയ്യപ്പ ഭഗവാൻ, മുരുക ഭഗവാൻ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഈ ഒരു ശ്ലോകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ there is not much difference from we and them. കാരണം അവരും absolutely we can never compare. നമ്മൾ ദേവന്മാരോട് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. അവർ ഭഗവാന്റെ ഏറ്റവും ഉത്തമ ലെവലുള്ള ഭക്തന്മാരായതുകൊണ്ടാണ് അവർക്ക് ആ സേവനം ഭഗവാൻ ഡയറക്റ്റ് കൊടുത്തത്. ഗംഗാധർ പ്രഭു, I'll just come to you 1 minute. അപ്പം തീർച്ചയായിട്ടും അവർക്ക് ആ സേവനം ഭഗവാൻ അവർക്ക് നൽകണമെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടായിരുന്നു. നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. പക്ഷെ എങ്കിലും അതീന്ദ്രിയമായ അവസ്ഥയിലുമായി കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റിയെടുക്കാൻ ഈ ഒരു ശ്ലോകം നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പൊ ദേവന്മാർ അവരുടെ യഥാർത്ഥ പൊസിഷനെ കുറിച്ച് ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ്. വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമായിട്ട് എനിക്ക് തോന്നുന്നു. യെസ്, ഗംഗാനാഥ് പ്രഭു പ്ലീസ്. ഇവിടെ ദേവന്മാര് പറഞ്ഞ അത് കേൾക്കണം, ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലേ എന്ന് ഒന്നുകൂടെ ഇച്ചിരി ഉറക്കെ പറഞ്ഞേട്ടാ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി, കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞേ. ഹരേ കൃഷ്ണ. അതായത് ദേവന്മാര് പറഞ്ഞു ഞങ്ങൾക്കത് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഭഗവാന്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടാൻ കഴിഞ്ഞില്ല, ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അനുഭവങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ സേവനത്തിലായിട്ട് പോകുന്ന സമയത്ത്, വലിയ വലിയ പ്രോഗ്രാം നടക്കുന്ന സമയത്ത്, സേവനത്തിൽ പോകുന്ന സമയത്ത് വളരെ അകലെ ആയിരിക്കും നമ്മൾ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിനുള്ളിലൊരു വിഷമം ഉണ്ടാവാറുണ്ട്. കാരണം അവിടെ എന്തെല്ലാം പ്രോഗ്രാമാണ്, എന്തെല്ലാം ആസ്വാദനമുണ്ട്. ഭഗവത് പൂജയ്ക്കും അതുപോലെ തന്നെ ഗുരുദേവൻ വരുന്നതും പ്രഭാഷണവും എല്ലാം നടക്കുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്
ഭഗവത് കൃപയാൽ ഗുരു മഹാരാജ് അവിടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. കിച്ചണിൽ എത്തിയിട്ട് എല്ലാരെയും അഭിസംബോധന ചെയ്തിട്ടുണ്ട്. സംഭവം 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഗുരുദേവൻ കാണുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ, അല്ലേ? തീർച്ചയായിട്ടും 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 മനസ്സിലായി. പ്രഭു പറഞ്ഞ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാണ്ട് തീർച്ചയായിട്ടും നമുക്കും അതുപോലെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. വളരെ കറക്റ്റാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ പല പല സേവനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് പല പല സേവനങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രഭു പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ഒരു ദൂരെയാകാം, അല്ലെങ്കിൽ അടുത്താകാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പലതരത്തിലുള്ള രീതിയിലുള്ള ഇതാകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഒരുപക്ഷെ പ്രോഗ്രാം കാണാൻ പറ്റില്ല, ഗുരുമഹാരാജിനോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ സാധിക്കത്തില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻ. പക്ഷെ തീർച്ചയായിട്ടും ഭഗവാൻ അതിനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു പ്രോപ്പർ കംപ്ലീറ്റ്ലി എൻ്റെ ഇന്റർപ്രിട്ടേഷനാണ്. ദർ ഇസ് നത്തിങ് നമ്മൾ വേറെ രീതിയിലുള്ള ഇതല്ല. പക്ഷെ എന്നാലും മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് സേവനം ചെയ്യുകയാണെങ്കിലാണ് ഭഗവാൻ നമ്മളോട് കൂടുതൽ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നത് ഒരു പക്ഷേ. കാരണം നമ്മൾക്ക് ചെറിയതായിട്ട് ഉള്ള ചെറിയ വളരെ മീനിയൽ സർവീസ് ചെയ്യുമ്പോൾ അവർക്ക് തൂപ്പ് തുടപ്പ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, അവരൊരു പക്ഷേ ആരും അത് അവരെ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എങ്കിലും ഭഗവാൻ അതിനെ പ്രോപ്പറായിട്ട് കാണുന്നുണ്ട്. ഭഗവാനാണ് അതിൻ്റെ ക്ലിയർ ആയിട്ട് ആ സേവനത്തിനെ അതേപോലെ തന്നെ ഒരു പ്രഭാഷണം നടത്തുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു തൂപ്പുകാരനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ ഒരുപക്ഷെ തൂപ്പുകാരനെ ആയിരിക്കും കാണുന്നത്. കാരണം ആ ആളുടെ ഉള്ളിലാണ് യഥാർത്ഥ ഭക്തി ഇരിക്കുന്നത്. സോ അദ്ദേഹം ആ സേവനം ചെയ്യുന്നതിന് അദ്ദേഹം ഒരു മടിയും കാണിക്കുന്നില്ല. സോ ദിസ് വെരി ഗുഡ് തിങ് ഗംഗാനാഥ് പ്രഭു ഷെയർ ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. സോ അടുത്ത ഭാവാർത്ഥം ആരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ ത്രിവിധ ഗുണങ്ങളുടെ സ്വാധീനത്തിലാണ് ഭൗതിക സൃഷ്ടി വേർതിരിക്കുന്നത്. വിവിധ സൃഷ്ടികളും ഈ സ്വാധീന ശക്തിയുടെ കീഴിലാകയാൽ അവയ്ക്കും ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഈ തലതിരിഞ്ഞ പ്രവർത്തനങ്ങൾ മൂലം ഭൗതിക ലോകത്തിൽ ഒരു സൗഹാർദ്ദവും സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും നല്ല നയം. ആഗ്രഹിക്കുന്ന സൗഹാർദ്ദം അത് കൊണ്ടുവരും. ഹരേ കൃഷ്ണ. വളരെ വളരെ മനോഹരമായിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് ചില പ്രഭുപാദ് പറഞ്ഞു, വിവിധ സൃഷ്ടികളും ഈ സ്വാധീന ശക്തിയുടെ കീഴിലാകയാൽ. ഏത് സ്വാധീന ശക്തി? ത്രിഗുണങ്ങളുടെ സ്വാധീന ശക്തി ആകയാൽ കീഴിലാകിയാൽ അവയ്ക്കും ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്കിവിടെ ഉണ്ടാകുന്ന ചില തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ്, പക്ഷെ എന്നാലും ഷുഡ് നോട്ട് ബി ഡൂയിങ്. പക്ഷെ വെൻ ഇറ്റ് comes in the connection of Krishna, ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഈ തലതിരിഞ്ഞ പ്രവർത്തനങ്ങൾ മൂലം ഭൗതിക ലോകത്തിൽ ഒരു സൗഹാർദ്ദവും സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും നല്ല നയം. സോ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് സൗഹാർദ്ദവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാകും. അതിനുള്ള വഴി നമുക്ക് കാണാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന സൗഹാർദ്ദം അതുകൊണ്ട് വരും. നമ്മൾ എന്ത് സൗഹാർദ്ദമാണോ ആഗ്രഹിക്കുന്നത് ഭഗവത് സേവനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത് സാധ്യമാകും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അതായത് ഒരു സെന്റർ പോയിന്റ് വെച്ചുകൊണ്ട് അനേകം വൃത്തങ്ങൾ നമുക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇന്യൂമറബിൾ സർക്കിൾസ് നമുക്ക് വരയ്ക്കാം. ഇന്യൂമറബിൾ സർക്കിൾസ്. ഒരു സർക്കിളും മറ്റൊരു സർക്കിളുമായിട്ട് കൊളൈഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ക്ലാഷ് ആവത്തില്ല. എന്നാൽ ആ സെന്റർ പോയിന്റ് ഒരു പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ, ഒരല്പം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ സർക്കിളുമായിട്ടും കൊളൈഡ് ചെയ്യും. സോ അപ്പൊ സെന്റർ പോയിന്റ് ഷുഡ് ഓൾവേസ് ബി കൃഷ്ണ. ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശ്യം എങ്കിൽ എത്ര സർക്കിൾ വരച്ചാലും ഇറ്റ് വിൽ നെവർ കൊളൈഡ്. അവിടെയാണ് യഥാർത്ഥ സൗഹാർദ്ദം അവിടെയാണ് ഉണ്ടാവുന്നത്. സോ അതിനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രം, ഭഗവാന്റെ പ്രീതി, ഭഗവാനെ സന്തോഷിപ്പിക്കുക, ഭഗവാൻ എങ്ങനെ സന്തുഷ്ടനാകും. ആ ഒരു ചിന്തയുണ്ടെങ്കിൽ ഭഗവാനും സന്തുഷ്ടനാകും, അതോടുകൂടി നമ്മളും സന്തുഷ്ടിയാകും. കാരണം സൗഹാർദ്ദം ഉണ്ടാകും. ആ സൗഹാർദ്ദത്തിൽ കൂടി നമുക്ക് സന്തോഷമല്ലേ ലഭിക്കുക. അവിടെ നമുക്ക് ആര് ബെറ്റർ, അല്ലെങ്കിൽ ആര് വലുത്, ആര് ചെറുത്, അല്ലെങ്കിൽ അവനാണോ വലുത്, ഇവനാണോ വലുത് എന്നുള്ള ചിന്തയില്ല. കാരണം ഹീ ഈസ് ഡൂയിങ് ഹിസ് പാർട്ട്. അതുപോലെ തന്നെ
ഗംഗാനാഥ് പ്രഭു പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ റിവൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ദർ ഇസ് എ ബിഗ് മീനിങ്. കാരണം ഞാൻ പറഞ്ഞു തൂപ്പ് ജോലിയും പൂജാരിയുടെ ജോലിയും ഭഗവാന്റെ മുൻപിൽ ഒന്നാണ് എങ്കിൽ പിന്നെ നമ്മൾ ആരുടെ മുമ്പിൽ വലുതാകാനാ? ആ ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ നമ്മൾക്ക് ആരുടെയും മുമ്പിൽ വലുതാകണമെന്ന ചിന്തയില്ല. കാരണം ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഈ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമേ ഉണ്ടാകുന്നില്ല. മെയിൻ പ്രശ്നം എവിടെയാണ്? എനിക്ക് വലിയ ആളാകണം എന്ന ചിന്ത. ഞാനായിരിക്കണം മാനേജർ, ഞാനായിരിക്കണം ടെമ്പിൾ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഞാനായിരിക്കണം ഗൃഹനാഥൻ, അല്ലെങ്കിൽ കമ്പനിയിലെ മാനേജർ ഞാനായിരിക്കണം, അല്ലെങ്കിൽ എന്റെ കൺട്രോളിലായിരിക്കണം എല്ലാം നടക്കുന്നത് എന്നുള്ള നമ്പർ 1 പ്രോബ്ലം. ആ പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ആ ആള് നമ്മളെ അതിനനുസരിച്ച് കൺസിഡർ ചെയ്യും എന്ന തോന്നൽ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതായത് സപ്പോസ് നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നസ് ആക്ടിവിറ്റീസ് എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ടാണ് ചെയ്യുന്നത് എന്ന് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുക. പലപ്പോഴും നമ്മൾ അങ്ങനെ അല്ല ചെയ്യുന്നത്, എങ്കിലും ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ അതിന്റെ യഥാർത്ഥ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഭഗവാൻ എന്തിലാണ് കൂടുതൽ പ്രീതിതനാകുന്നത്? ഭഗവാൻ പ്രീതിതനാകുന്നത് എന്തിലും ഭഗവാൻ ഒരേപോലെയാണ് സന്തുഷ്ടി നേടുന്നത്. ഇപ്പൊ തൂപ്പ് ജോലി ചെയ്യുന്നതും ക്ലാസ് എടുക്കുകയാണെങ്കിലോ ഇവൻ പൂജാ സർവീസ് ചെയ്യുകയാണെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ഇതെല്ലാം സെയിം ആണ്. ആ ഒരു തത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റക്കുറച്ചിൽ വരുന്നില്ല. സോ അവർ ഡിസയർ ഈസ് ടു പ്ലീസ് ദ ലോർഡ്. അപ്പം ഈ സെൻട്രൽ സർക്കിൾ അവിടെ തന്നെ നിൽക്കുക. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ സെൻട്രൽ പോയിന്റ് അവിടെ നിൽക്കുന്നു, മൾട്ടിപ്പിൾ സർക്കിൾസ് നമുക്ക് എത്ര വേണേ വരയ്ക്കാം, ഒരിക്കലും കൊളയടിച്ചില്ല. സോ ഈ രണ്ട് കൺസെപ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിൽ ബി സക്സസ്ഫുൾ ഇൻ അവർ എൻഡവർ. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം കി ജയ്, ശില പ്രഭുപാദ് കി ജയ്. പ്രേമാനന്ദേ ഹരി. ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് അഡീഷണൽ ആയിട്ട് പറയാനുണ്ടോ? 2 പോയിന്റ് പറഞ്ഞായിരുന്നു പ്രഭു. 2 വിഷയം ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണോ? ഓക്കെ. അതായത് നമ്മള് എപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മൾ ബെസ്റ്റ് ആയിരിക്കണമെന്ന് നമുക്ക് തോന്നലുണ്ട്. ഞാനായിരിക്കണം മുകളിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ടോപ്പിലായിരിക്കണം, എനിക്ക് മുമ്പിലായിരിക്കണം, എല്ലാവരുടെയും മുമ്പിലായിരിക്കും, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ചിന്താഗതി നമുക്ക് എപ്പോഴും ഉണ്ട്. ഇത് സത്യമല്ലേ? ഉണ്ട്. ആ തോന്നൽ ഉള്ളപ്പോൾ ആണ് ഞാൻ ചെയ്യുന്നത് ജോലി ചെറുതാണ്, അല്ലെങ്കിൽ ആ ആള് വലിയ ആളായി, ആ ആള് മാനേജറായി, അല്ലെങ്കിൽ ആള് ടെമ്പിൾ പ്രസിഡന്റ് ആയി എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നത് ഈ സർവീസിലുള്ള വേരിയേഷൻ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ വിചാരിക്കും ഞാൻ തൂപ്പുകാരനാണെന്ന് എല്ലാവരും ചിന്തിക്കത്തില്ലേ? ഞാൻ ചൂലെടുത്ത് തൂക്കേണ്ട ആവശ്യം എന്താണ്? അവർ തെറ്റിദ്ധരിക്കും ഞാൻ ഇവിടുത്തെ ചീപ്പിച്ച് വളരെ താഴ്ന്ന ഒരാളാണെന്ന്. ഞാൻ വ്യാസാസനത്തിന് ക്ലാസ് എടുക്കുകയുള്ളൂ, ഞാൻ കിച്ചണിലൊന്നും പോകത്തില്ല, കിച്ചണിൽ കയറേണ്ട ആവശ്യമില്ല, ഞാൻ പാത്രം കഴുകത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മള് ഭൗതികമായിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ കാണുന്നു എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആരെ സന്തോഷിപ്പിക്കാനാണ്? ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്ന തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഭഗവാൻ ഈ ഏത് സേവനത്തെയും ഒരേ രീതിയിലാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ തൂത്താലും ക്ലാസ് എടുത്താലും ഡൈറ്റി സർവീസ് ചെയ്താലും ഇറ്റ് ഈസ് ഈക്വൽ ഫോർ ഹിം. അത് ഭഗവാനെ സന്തോഷിക്കുന്ന കാര്യമാണ്. ഭഗവാൻ സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു ഡൈറ്റി സർവീസ് ചെയ്യുന്ന ഒരുപക്ഷെ കുറച്ച് ഹൈ ലെവലിലുള്ള ഇതുള്ളതാണ്. ഭഗവാൻ വിചാരിക്കുമ്പോൾ ഈ തൂപ്പുകാരൻ എത്ര നിഷ്കളങ്കനായിട്ട് വളരെ സിമ്പിളായിട്ട് വന്ന് സേവനം ചെയ്യുന്നു, ആ ഭഗവാൻ അവനെ നോക്കത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ഈ 2 പോയിന്റ്. ഒന്ന്, നമ്മളുടെ ഈഗോയിസ്റ്റിക് മെന്റാലിറ്റി തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞ് സ്ഥാപിക്കാൻ ആഗ്രഹിച്ചത്. കാരണം നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര മീനിയൽ സർവീസ് ആണ് ചെയ്യുന്നതെങ്കിലും ഭഗവാനെ സന്തോഷിപ്പിക്കുക, സെൻട്രൽ പോയിന്റ് അവിടേക്ക് വരികയാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ എനി സർവീസ് ദർ ഇസ് നോ പ്രോബ്ലം. അപ്പൊ നമുക്കവിടെ ഈഗോയിസ്റ്റിക് സിറ്റുവേഷൻ വരേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്ക് എന്ത് ചെയ്താലും ഭഗവാൻ സന്തുഷ്ടനാവുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഈ 2 കണക്ഷനുകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആകും.
മനസ്സിലാണോ? ക്ലിയർ ആണോ പ്രഭു? പ്രഭു ഞാൻ ആക്ച്വലി ചോദിച്ചതല്ലായിരുന്നു. സോറി അത് നമ്മുടെ പറഞ്ഞിട്ട്. നാമാമൃതയിലെ 2 ഓ പ്രഭുവിന്റെ, മൈ ഗോഡ്. അതെന്തൊക്കെയാണ് പ്രഭു പറഞ്ഞത്? 2 അതായത് കായം അഥവാ കുസുംബ കഴിക്കാൻ പാടില്ല പൂജയ്ക്ക് മുമ്പ്. ഉം. രണ്ടാമത്തെ വിഷയം ആ, ഗണേശന് പകരം പൂജയ്ക്ക് മുമ്പ് ഗണേശന് പകരം വിഷക്സേനയെ വിശ്വക്സേന. ആരാധിക്കാതിരിക്കുക, അതും അപരാധം. യെസ് അതൊന്ന് യെസ് വിശദീകരിക്കാം. യെസ്. ഇത് ഗോപാൽ ഭട്ട ഗോസ്വാമി പ്രഭുപാദ് എഴുതിയിരിക്കുന്ന ഗോപാല ഭട്ട ഗോസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ ഗോസ്വാമികളിൽ ഒരുവനായ അദ്ദേഹം എഴുതിയിരിക്കുന്ന സത്ക്രിയ സാരദീപിക എന്നൊരു ബുക്കുണ്ട്. സത്ക്രിയ സാരദീപിക. ആ സത്ക്രിയ സാരദീപികയിൽ പ്രകാരം എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വക്സേന പൂജ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്ത് പൂജകളും ഇപ്പൊ 23rd ഏപ്രിലില് നമ്മുടെ വിഷ്ണുപ്രിയ മാതാജിയുടെ സ്ഥലപ്പേര് എന്താ മാതാജി മറന്നുപോയി, എറണാകുളത്തിനടുത്ത് തൃപ്പൂണിത്തറ മാതാജിയുടെ തൃപ്പൂണിത്തറയിലെ വീട്ടിൽ മ്യൂട്ട് ചെയ്യാനായിട്ട് കുറെ സമയം എടുത്തു. അല്ല, അൺമ്യൂട്ട് പെട്ടെന്ന് എനിക്ക് ചെയ്യാനായിട്ട്. ആ സ്ഥലപ്പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. തൃപ്പൂണിത്തറയിലെ മാതാജി ചെറിയൊരു ഗൃഹപ്രവേശം, അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വീടാണ്, ചെറിയൊരു റിനോവേഷൻ ചെയ്തപ്പോൾ മാതാജി അവിടെ ഗൃഹപ്രവേശം ചെയ്യണം. അപ്പൊ എന്നോട് ചോദിച്ചു, പ്രഭു സാധാരണ നമ്മള് വിഘ്നേശ്വര പൂജയൊക്കെ അല്ലേ ചെയ്യുന്നത്? അപ്പോൾ നമ്മളുടെ ആചാര്യന്മാർ വൈഷ്ണവ ആചാരപ്രകാരം നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയാട്ടെ, ഏത് വിഷ്ണു ക്ഷേത്രത്തിൽ പോയാലും അവിടെ ഈശാന്യകോൺ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു പ്രതിഷ്ഠ ഉണ്ടാവും. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും വിശ്വക്സേനൻ. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങൾ എല്ലായിടത്തും ഉണ്ട്. എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഉണ്ട്. വിശ്വക്സേനൻ എന്ന് പറയുന്ന ഭഗവാന്റെ പാർശ്വതനാണ്. അദ്ദേഹം ഭഗവാന്റെ സൈന്യാധിപനാണ്. സൈന്യാധിപൻ എന്ന് പറയുമ്പോൾ അറിയാം, പ്രൊട്ടക്ഷൻ ആണ് അദ്ദേഹത്തിന്റെ സർവീസ്. അദ്ദേഹത്തിനെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അവിടെ വേറൊരു 1-2 കാര്യങ്ങൾ, അത് വേറൊരു വാക്കുകൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. ഐ എം നോട്ട് ഏബിൾ ടു റീകോൾ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വേറെ ഒരു കാര്യം, ക്ഷേത്രപാലകനാണോ അതോ വേറെ എന്തോ ഒരു വാക്കുകളുണ്ട്? എനിക്കൊന്നു രേഖമാതാജി ഉണ്ടോ? ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, നിർമാല്യധാരിയാണോ പ്രഭു? നിർമാല്യധാരി. വെരി ഗുഡ്, എക്സലന്റ്, താങ്ക് യു. അതാണ് ഞാനത്. യെസ്. അതായത് ഭഗവാന്റെ പ്രസാദം എല്ലാം ചെല്ലുന്ന അവിടെ, അങ്ങനെ എന്തോ ഒരു അർത്ഥമുണ്ട്, അതിന് ഒരു കൺസെപ്റ്റ് ഉണ്ട് അതിന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭഗവാന്റെ സൈന്യാധിപനാണ്, അത് പ്രൊട്ടക്ഷൻ ആണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. അപ്പോ വിഘ്നേശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മുടെ വിഘ്നങ്ങൾ അകറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ വിഘ്നങ്ങൾ നീക്കാനായിട്ട് വൈഷ്ണവ ആചാരപ്രകാരം വിശ്വക്സേനയാണ് പൂജിക്കുന്നത്. ഗോപാല ഭട്ട ഗോസ്വാമി നിർദ്ദേശിച്ചതാണ്. സത്ക്രിയ സാരദീപിക എന്ന് പറയുന്ന ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഈ വിശ്വക്സേന പൂജയുടെ കാര്യം. ക്ലിയർ ആണോ പ്രഭു? അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് വിശ്വക്സേനയെ നമിക്കണോ, അതോ ക്ഷേത്രത്തിന് ചെന്നതിന് ശേഷം? അതായത് ഈശാന്യ കോണിൽ, ക്ഷേത്രത്തിനുള്ളിൽ തന്നെ നാലമ്പലത്തിന്റെ ഈശാന്യ കോണിലാണ് നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ലാസ്റ്റിൽ ദർശിച്ചാണ് ഭഗവാനെ പിന്നെയും കാണുന്നത്. അങ്ങനെയാണ് അത് വിശ്വക്സേന. അത് ആദ്യത്തെ പിന്നെ പ്രഭു ചോദിച്ചത് കായം, അസഫൊട്ടിയുടെ അല്ലെങ്കിൽ നമ്മളെ കായം എന്ന് പറയുന്ന വസ്തു 7ാമത്തെ സ്കന്ധത്തില് പ്രഹ്ലാദ മഹാരാജാവിന്റെ സ്തുതിയിൽ, അല്ലെങ്കിൽ പ്രഹ്ലാദ മഹാരാജാവ് ഈ നവവിധ ഭക്തിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗം മെൻഷൻ ചെയ്യുന്നുണ്ട്. കായം എന്ന് പറയുന്നത് കൂടുതൽ ഒരു ഘ്രാണ സ്മെല്ല്, ഒരു മണം, അതിന് പ്രത്യേക മണമാണ്. അതിന് കുറച്ച് കൂടുതൽ സ്മെല്ല് പരത്തുന്നതായത് കൊണ്ട് ഭഗവാൻ ഓഫർ ചെയ്യാൻ പാടില്ല എന്ന് അതിൽ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പറയുമ്പോൾ കൂടുതൽ റെസ്ട്രിക്ഷൻ ആകും, അതുകൊണ്ട് ഞാനത് അങ്ങനെ നമ്മൾ അത്ര. പക്ഷെ വേറൊരു കാര്യമാണ്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കായം, വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിൽ അങ്ങനെ ഒരു സജഷൻ പറയുന്നുണ്ട്. കാരണം അതിൽ പറയാനുള്ള കാരണം, അത് കുറച്ച് സ്മെല്ല് ഭയങ്കരമാണ്. കാരണം ഭഗവാൻ ഓഫർ ചെയ്യുന്ന കറക്റ്റ്. അതായത് ഭഗവാൻ ഓഫർ ചെയ്യുന്ന ഒന്നും പിന്നെ ടേസ്റ്റോ എരിവോ സ്വീറ്റോ എന്തെങ്കിലും ഇതുപോലെ കൂടുതൽ തീക്ഷ്ണമായിട്ടുള്ള മണമുള്ളതോ ഉപയോഗിക്കരുത് എന്നൊരു കണ്ടീഷനുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പറയാൻ അത് ആ ഒരു ഭാഗത്ത് പറയുന്ന കാര്യമാണ് ഈ കായം എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷേ നമ്മൾ എല്ലാ സ്ഥലത്തും ഇസ്കോൺ സെന്റേഴ്സ് എല്ലാ സ്ഥലത്തും കായം ഉപയോഗിക്കുന്നുണ്ട്, അതങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ശ്രീമദ് ഭാഗവത്തിൽ 7-ാമത്തെ സ്കന്ധത്തിൽ ഇങ്ങനെ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. തിരുവല്ല സെന്ററിലും സാമ്പാർ ഉപയോഗിക്കുമ്പോൾ കായം ഡബിൾ കായ നമ്മൾ ഉപയോഗിക്കുന്നത് കൃഷ്ണ. സോ പക്ഷേ ഷുഡ് നോട്ട് ബി മോർ, ഡെഫിനറ്റ്ലി അതൊരു കൂടുതലാവാൻ പാടില്ല. ഈ ഒരു ക്ലോസ് അതിൽ പറയുന്നത് ക്ലിയർ ആണോ പ്രഭു? ഹരേ കൃഷ്ണ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹരേ കൃഷ്ണ. വേറെ ആർക്കും എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നെറ്റിക്ക് കുറുകെ ചന്ദനം ഇടരുത് എന്ന് പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാ പ്രഭു? യെസ്, നമ്മൾ ഇപ്പൊ പഠിച്ച ആ ഭാഗം ഇപ്പൊ നമ്മൾ വായിച്ചപ്പോൾ തന്നെ ഈ 3 ഗുണങ്ങളെ കുറിച്ച് പഠിച്ച അതില് നെറ്റിയിൽ തിലകം അല്ലെങ്കിൽ ചന്ദനം തൊടുന്നതിന് തന്നെ ഈ 3 ഗുണങ്ങളിലാണ്. ഭസ്മം തൊടുന്നത് തമോ ഗുണത്തിലാണ്, സിന്ദൂരം തൊടുന്നത് രജോ ഗുണത്തിലാണ്, സാധാരണ ചന്ദനം ക്രോസ് ആയിട്ട് തൊടുന്നത് സത്വഗുണത്തിലാണ്. എന്നാൽ നമ്മൾ തൊടുന്ന ഗോപി ചന്ദനം തിലക രൂപത്തിൽ തൊടുമ്പോൾ അത് ശുദ്ധ സത്വ ഗുണത്തിലുള്ളതാണ്. അപ്പം ശാസ്ത്രപ്രകാരം നമ്മൾ തീർച്ചയായിട്ടും വിഷ്ണു പൂജ എന്ന് പറയുന്നത് ശുദ്ധ സത്വഗുണത്തിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് ക്രോസ് ആയിട്ട് തൊടുന്നത് മെറ്റീരിയൽ ഡിസയേഴ്സ് ഉള്ളവരാണ് ക്രോസ് ആയിട്ട് ചന്ദനം തൊടുന്നത്. സോ അതുകൊണ്ടാണ് ആ ഒരു രീതി ചന്ദനം തൊടരുത് എന്ന് പറയുന്നത്. എന്നാൽ മുകളിലോട്ട് നമ്മൾ തൊടുന്ന ആക്ച്വലി ചന്ദനമല്ല, ഇത് ഗോപി ചന്ദനമാണ്. ഗോപിമാരുടെ പാദത്തിലുള്ള പാദധൂളികളാണ്. ഭഗവാനും ഗോപിമാരും ഗോപന്മാരും കളിച്ചു നടന്ന ആ മണ്ണ് അരച്ചാണ് നമ്മൾ ഇത് ഗോപി തിലകമായിട്ട് നമ്മൾ തൊടുന്നത്. അത് ചന്ദനമല്ല. ചന്ദനം സത്വഗുണത്തിലാണ്. തീർച്ചയായിട്ടും ഭഗവത് സേവനത്തിൽ ഉപയോഗിക്കുമ്പോൾ ശുദ്ധ സത്വമാണ്. അതുകൊണ്ടാണ് ഈ ഗോപി ചന്ദനം നമ്മൾ തിലക രൂപത്തിൽ നമ്മൾ തൊടുമ്പോൾ അത് ശുദ്ധ സത്വത്തിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ക്രോസ് ആയിട്ട് തൊടുന്നത് ഒന്ന് സത്വഗുണത്തിലാണ്, രണ്ടാമത് മെറ്റീരിയൽ ഡിസയേഴ്സോട് കൂടി ചെയ്യുന്നതാണ് ക്രോസ് ആയിട്ട് തൊടുന്നത് എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. സോ ദർസ് വൺ അഡീഷണൽ പോയിന്റ് ദിവ്യശ്രീ ഇപ്പൊ എന്നെ ഓർമ്മിപ്പിച്ചു. സോ ആക്ച്വലി ഒരു കഥയുണ്ട്. ഈ കായം, പ്രഭു ചോദിച്ച കായത്തിന്റെ കാര്യം പറയുമ്പോൾ ദിവ്യശ്രീ ഇപ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചതാണ് പെട്ടെന്ന് ഓർത്തത്. ഇന്ദ്രന് ബ്രഹ്മഹത്യ പാപം ലഭിക്കുമ്പോൾ ആ പാപം കഴുകിക്കളയാനായിട്ട് അല്ലെങ്കിൽ പാപം ഏറ്റെടുക്കുന്നത് 4 പേരാണ് പാപം ഏറ്റെടുക്കുന്നത്. 1 മരം, 2 സ്ത്രീകള്, 3 ഭൂമി, 4 ജലം. ഈ 4 കാര്യങ്ങളാണ് ഇന്ദ്രദേവന്റെ ബ്രഹ്മഹത്യാ പാപം ഏറ്റെടുക്കുന്നത്. ഞാൻ പിന്നീട് ഒരു സമയത്ത് അതിന്റെ പൂർണ്ണമായ പാസ്റ്റ് ടൈം പറയാം, ഇപ്പൊ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ആ 4 പേരിൽ 1 എന്ന് പറയുന്നത് മരമാണ്. ആ മരത്തിൽ നിന്ന് വരുന്ന കറ, ആ പാല് വരുന്നത്, അതാണ് ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപമാണ്. പാപം കൊണ്ടാണ് ചെടികൾക്ക് കറയുണ്ടാവുന്നത്, അരക്ക് അല്ലെങ്കിൽ കറയുണ്ടാകുന്നത്. ആ ഒരു മരത്തിന്റെ കറയാണ് ഈ കായം എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾസോ വൺ ഓഫ് ദ റീസൺ ദാറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദ ലോർഡ്. അത് പാപത്തിന്റെ ഫലമായിട്ടുള്ളതാണ്. അതൊരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കഥ കേട്ടില്ലേ പ്രഭു? ഈ ബ്രഹ്മഹത്യാ പാപം 4 പേരെടുക്കുന്നതിനെ കുറിച്ചിട്ട് ഇല്ല, കേട്ടില്ല. ഇല്ല, ഓക്കെ. അത് ഞാൻ നാളത്തെ ദിവസം നമുക്ക് ആ കഥ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്രശ്നമായല്ലോ. പ്രശ്നമാണ്. നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് പോകണ്ട. സോ ബട്ട് ഇറ്റ് ഇസ് നോട്ട് കൺസിഡർ ആസ് എൻ ഒഫൻസ്. മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം ഉള്ളി വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന പോലെ ഇറ്റ് ഈസ് നോട്ട് വലിയൊരു അപരാധമായിട്ടല്ല ഇതിൽ പറയുന്നത്. ഈ 64 ക്വാളിറ്റീസ്, 64 ഇതിൽ പറയുമ്പോൾ അതിന് ഗ്രേഡ് ഉണ്ട്. ദർ ഇസ് എ ഗ്രേഡ്. പ്രഭു അത് ഒന്നുകൂടെ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ പ്രഭുവിന് ആ ഗ്രേഡ് മനസ്സിലാവും. ആദ്യത്തെ 10 എണ്ണം, പിന്നീടുള്ള 20 എണ്ണം, അങ്ങനെ എന്തോ ഒരു ഗ്രേഡ് അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് വരുന്നത് ഏതാണ്ട് മിഡിലോ അല്ലെങ്കിൽ ലാസ്റ്റ് പോർഷനിലോ ആണ് ഇത് കായത്തിന്റെ ഭാഗം വരുന്നത്. കറക്റ്റ് അല്ലേ? അങ്ങനെ വരുന്നത് മിഡിലിന്റെ താഴെയാണ്. അപ്പൊ ദാറ്റ് ഇസ് ലെസർ ഗ്രേഡ്. അപ്പം ഇറ്റ്സ് നോട്ട് ആൻ ഒഫൻസ്. അത് വലിയൊരു അപരാധമായിട്ട് പറയുന്നില്ല. സോ വി ക്യാൻ യൂസ് ഇറ്റ്. സോ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഈ 64 എണ്ണം നമുക്ക് പാലിക്കുന്നത് പ്രാക്ടിക്കലി ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ നമ്മൾ ഈസി ആയിട്ട് പറ്റുന്നത് നമുക്ക് ചെയ്യാം. പക്ഷേ ഇസ്കോൺ സെന്റേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ശ്രീല പ്രഭുപാദ് ഓൾസോ ഗേവ് പെർമിഷൻ. ഹി ഓൾസോ ഹാഡ് യൂസ്ഡ് ടു
use Safotrida. So he said, yes, we can. Yes, Vishnu Priya Mataji. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു. മൂളി ഉപയോഗിക്കാമോ? റാഡിഷ് റാഡിഷ് ഉപയോഗിക്കാം മാതാജി. ആണല്ലേ? ആ ആ റാഡിഷ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. അതിന്റെ ആ പറഞ്ഞ പോലെ ഘ്രാണ ആ ഒരു കൂടുതൽ തീക്ഷ്ണമായ ആ സ്മെല്ല് മാറ്റുന്നതിന് വേണ്ടി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് ഡൗൺ ആവും. ഓ ശരി ശരി. ഹരേ കൃഷ്ണ പ്രഭു. To say so, it's one of my favorite sambar, radish sambar. ഹരേ Hare കൃഷ്ണ Krishna. പ്രഭു. ഹരേ കൃഷ്ണ. Yes, ഹരേ മാതാജി. കൃഷ്ണ. One by one, കൈ ഉയർത്തിയാട്ടെ. 2-3 പേരുടെ ശബ്ദം കേൾക്കുന്നു. കൈ ഉയർത്തി ശബ്ദമാകുമ്പോൾ ആരാണ് നമുക്ക് ഓരോരുത്തരായിട്ട് സംസാരിക്കാം. യെസ്, സത്യരൂപ മാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. നമ്മളെ സൂര്യവംശി പ്രഭുവിന്റെ കല്യാണത്തിന് പോയപ്പോഴേ ആ സാമ്പാറിൽ കായ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ എന്റെ തൊട്ടപ്പുറത്തിരുന്ന അവിടുത്തെ NSSന്റെ പ്രസിഡന്റ് ആയിരുന്നു. അന്നേരം പുള്ളി പറഞ്ഞ് ഇവര് ഉള്ളി, വെളുത്തുള്ളി, കായം ഈ 3 കാര്യങ്ങൾ ഇവർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ഇസ്കോ നമ്മളെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളാണെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നേ. അന്നേരം പറഞ്ഞ് ഉള്ളിയും വെളുത്തുള്ളിയും കായും ഇവർ ഉപയോഗിക്കുകയില്ല, അതുകൊണ്ട് ഈ സാമ്പാറിൽ കായം ഇട്ടിട്ടില്ല എന്ന്. അപ്പൊ അത് ഞാൻ അന്നേരം കേട്ടു. ഇപ്പൊ കായത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇപ്പൊ ഞാൻ വിചാരിച്ചത് മറന്നു പോയിട്ടായിരിക്കും എന്ന് ഞാനും കരുതി. പക്ഷെ ഇപ്പൊ ഈ കായത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴ് അതുകൊണ്ടായിരിക്കും അവരത് കായ ഇടാഞ്ഞെന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതെന്താ അങ്ങനെയാണെന്നോ. എനിവേ, പക്ഷെ കായം ഈസ് പെർമിറ്റഡ്. നമ്മൾ ഉപയോഗിക്കാൻ പെർമിഷൻ ഉണ്ട്. അവർ ഉപയോഗിക്കാത്ത എന്തെങ്കിലും പ്രത്യേക റീസൺ ആണോ എനിക്കറിയില്ല. അവർ മറന്നുപോയതാണെന്ന് അറിയില്ല. സുഖോമള മാതാജി. പ്രഭു, മരം, സ്ത്രീ, പിന്നെ വേറെ പറഞ്ഞെന്തോ? മരം, സ്ത്രീ, ഭൂമി, ജലം. ഓക്കെ. അതായത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. അതായത് മരത്തിൽ ഉണ്ടാകുന്ന കറ, സ്ത്രീകളുടെ പീരീഡ്സ്, ആ 3 ദിവസം ഉണ്ടാകുന്ന പീരീഡ്സ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് പാപം. അവര് ഷെയർ ചെയ്ത് നൽകുന്നതാണ്. ജലത്തിലുണ്ടാകുന്ന കുമിളകൾ, അതുകൊണ്ടാണ് പതയുള്ള ജലം പൂജയ്ക്ക് എടുക്കത്തില്ല. പതയില്ലാതെ ഒഴുകുന്ന ജലമാണ് പൂജയ്ക്ക് എടുക്കുന്നത്. അതായത് പിന്നെ ജലം ഇങ്ങനെ ചില സ്ഥലത്ത് കണ്ടിട്ടില്ലേ, പത വരത്തില്ലേ, ആ പത ഉണ്ടാകുന്ന ജലം പൂജയ്ക്ക് എടുക്കത്തില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ പാപ, റീസൺ ഓഫ് ദ പാപ. 4, ഭൂമി എന്ന് പറയുന്നത് ഈ മരുഭൂമി ഉണ്ടാകുന്നത് ബിക്കോസ് ഓഫ് ദ ഇഫക്ട് ഓഫ് ദാറ്റ് പാപ. ഇതാണ് 4 കാര്യങ്ങൾ പറയാം. വിൽ ടോക്ക് അബൌട്ട് ലേറ്റർ. പാസ്റ്റ് ടൈം കൂടുതൽ നമുക്ക് പിന്നീട് പറയാം. ഹരേ കൃഷ്ണ. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം, ഹൃദയംഗായ നന്ദി. ഹരേ കൃഷ്ണ. വിൽ എൻഡ് ദിസ് സെഷൻ. താങ്ക് യു സോ മച്ച്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. ശ്രീ പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. अनंत कोटि वैष्णव वृंद की जय। नित्य गौर प्रेमानंदे। हरि हरि बोल.